ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്നെന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ദൈവവചനം നമ്മളോട് ഇപ്രകാരം ഓർമ്മിപ്പിക്കപ്പെടുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞത്, അവൻ തന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ശേഷം യേശു മറ്റുള്ളവരോട് പറയുന്ന സന്ദേശമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകാൻ കഴിയുക? എങ്ങനെയാണ് ഈ ലോകത്തിൽ വെളിച്ചമായി ജീവിക്കുക? വെളിച്ചമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടി യേശു തന്നെ മറ്റൊരു വെളിച്ചത്തെ നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ തിരുവചനം. യോഹന്നാനെ പറ്റി യേശു പറയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 5:35. ഇവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ് എന്നാണ്. എന്താണ് എങ്ങനെയാണ് യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്നതെന്ന് ദൈവവചനത്തെ നാം അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ ജീവിതത്തിലെ സവിശേഷതകൾ, അവൻ സാധാരണക്കാരനായി ഈ ഭൂമിയിൽ ജനിച്ച് വളർന്നിട്ട്, ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ജനിച്ച് വളർന്നിട്ട് യേശു തന്നെ, ദൈവപുത്രൻ തന്നെ അവനെപ്പറ്റി സാക്ഷ്യം, വിളക്ക് എന്ന് സാക്ഷ്യം പറയാൻ തക്ക വിധം കാരണാക്കി തീർത്ത് എന്തെന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ശുശ്രൂഷകളൊക്കെ വിശുദ്ധ കുർബാനയൊക്കെ തുടങ്ങുമ്പോൾ യോഹന്നാനെ പ്രദാനം ചെയ്തുകൊണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ട് ശുശ്രൂഷക്കാരൻ മുമ്പേ പോകുന്നത് നമ്മളുടെ അർത്ഥമൊക്കെ സൺഡേ സ്കൂളുകളിൽ നമ്മൾ വായിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യത്തിൽ യോഹന്നാനെ പറ്റി നമ്മളിങ്ങനെ വായിക്കുന്നു. എന്താണ്? യോഹന്നാൻ്റെ വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ളതും അരക്കെട്ട് തോൽവാറ് കൊണ്ടുള്ളതുമായിരുന്നു. അവൻ്റെ ആഹാരമോ കംസയും കാട്ടുതേനുമായിരുന്നു എന്ന് പറയുകയാണ്. അതായത് യോഹന്നാൻ്റെ ജീവിത രീതി തന്നെ വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയിൽ നിന്ന് യോഹന്നാൻ്റെ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ്? അവൻ്റെ ആഹാരശൈലിക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അവൻ്റെ വസ്ത്രധാരണത്തിന് പോലും വ്യത്യാസമുണ്ടായിരുന്നു. അവൻ ഈ ലോകത്തിന് മാന്യമായ ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ച, അല്ലെങ്കിൽ ഈ ലോകത്തിനെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടത്തക്ക വസ്ത്രധാരണം അവനുണ്ടായിരുന്നില്ല. അവൻ ഈ ലോകത്തെ മാനിക്കുന്ന വിധത്തിലുള്ള, ഈ ലോകം മോഹിക്കുന്ന വിധത്തിലുള്ള ആഹാരശീലം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി വെളിച്ചമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ? തൻ്റെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളുടെ മേൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയണം. സെൽഫ് ഡിനയൽ, നമ്മെ തന്നെ നിഷേധിക്കുവാൻ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. നോമ്പ് കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് തൻ്റെ മേളിൽ തന്നെയുള്ള വിജയമാണ്. നമ്മളുടെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ നാം ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും മറ്റുള്ളവർ കാണാൻ വേണ്ടിയും അവരുടെ ഇഷ്ടത്തിനും അല്ല എന്നുള്ള ബോധ്യത്തോടെ തൻ്റെ വസ്ത്രധാരണങ്ങളെയും, ആവശ്യത്തിനധികം വസ്ത്രം ധരിക്കുന്നത് എന്താണ്? അത് വലിയ പാപമാണ്, അത് തെറ്റാണ് എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കാത്തതും അമിതമായ വസ്ത്രധാരണവും തെറ്റാണ്. വസ്ത്രങ്ങളോടുള്ള അമിതമായ ഭ്രമം തെറ്റാണ്. അതേപോലെ ആഹാരങ്ങളോടുള്ള അമിതമായ ഭ്രമം തെറ്റാണ്. ആഡംബരങ്ങളോടുള്ള അമിതമായ ഭ്രമം തെറ്റാണ്. ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് മനുഷ്യന് ആവശ്യമുള്ളതെന്തോ അതിലേക്ക് ഒരുങ്ങുവാൻ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഒതുങ്ങുവാൻ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ തന്നെ സംയമനത്തിൻ്റെ പാഠങ്ങളെ പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. നമ്മുടെ ജീവിതത്തിലെ രീതികളെ, ആഹാര രീതിയെ തന്നെ നിയന്ത്രിക്കുവാൻ,
നമ്മുടെ ജീവിതത്തിലെ സംസാരത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കുവാൻ, നമ്മെ തന്നെ സ്വയം ത്യജിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അത് യോഹന്നാനിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ മാംദോന തൻ്റെ ജീവിതത്തിൽ തന്നെ പരിത്യജിച്ച, പരിത്യാഗത്തിൻ്റെ വഴി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. വെളിച്ചമാകുവാൻ ആഗ്രഹിച്ചിട്ടുള്ള, വെളിച്ചമായി മാറിയിട്ടുള്ള ഏതൊരു വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിലെ വലിയ പരിത്യാഗത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പരിത്യാഗമാണ് ഒരു വ്യക്തിയെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ പാത. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വെളിച്ചമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിലും നമ്മൾ കാണുന്ന ഈ പരിത്യാഗത്തിൻ്റെ ശീലമാണ്. നാം വെളിച്ചമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുവാൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. അവൻ തന്നെ ത്യജിച്ചവനാണ് എന്ന് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പരിത്യാഗമാണ് യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, വെളിച്ചമായി മാറുവാൻ ഒരുവൻ്റെ ജീവിതത്തിൽ യോഹന്നാനിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പാഠം. രണ്ടാമത് യോഹന്നാനെ പറ്റി നമ്മൾ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. മറ്റുള്ളവനെ തന്നേക്കാൾ വലിയവനായി കാണുക, യേശുക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയുക. അതാണ് അവനെ യഥാർത്ഥത്തിൽ മഹത്വമാക്കുന്ന കാര്യം. എന്താണ്? യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുകയും തൻ്റെ ബലഹീനതയെപ്പറ്റിയുള്ള അവബോധം ഉണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ഏതൊരുവനും ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം തൻ്റെ ബലഹീനതയെപ്പറ്റി, തൻ്റെ കുറവിനെ പറ്റിയുള്ള അവബോധമാണ്. ദൈവത്തിൻ്റെ മഹത്വ ദർശനം എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ വിനയമുള്ളവരാക്കി തീർക്കുന്നു. നമ്മളെ വിനയവും താഴ്മയുള്ളവരാക്കി അത് നമ്മെ തീർക്കുന്നു എന്നുള്ളതാണ്. വിനയമുള്ളവരാക്കി നമ്മെ തീർക്കുന്നു. നമുക്കറിയാം, യെശയ്യാപ്രവാചകന് ദൈവത്തിൻ്റെ മഹത്വ ദർശനം ഉണ്ടായതായി നമ്മൾ വായിക്കുന്നു. യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനം. ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് യെശയ്യാപ്രവാചകൻ കാണുകയാണ്. കെറൂബുകൾ അവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കുന്ന ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേൾക്കുകയാണ്. മന്ദിരം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അവൻ്റെ മഹത്വത്തിൻ്റെ അങ്കി ആ പ്രദേശം മുഴുവനും നിറഞ്ഞിരിക്കുന്നവൻ കാണുകയാണ്. ഇങ്ങനെ അത്ഭുതകരമായ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് അവൻ പ്രഘോഷിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴും ഈ മഹത്വ ദർശനം കാണുമ്പോഴും യെശയ്യാപ്രവാചകനിൽ അതുണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? യെശയ്യാപ്രവാചകൻ ഉണ്ടാക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്, ഞാനോ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യേ പാർക്കുന്നു. ദൈവത്തെ പറ്റിയുള്ള മഹത്വ ദർശനം യെശയ്യാപ്രവാചകനിലുണ്ടാക്കിയ പ്രതികരണം ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയല്ല, തൻ്റെ ബലഹീനതയെ പറ്റിയാണ്. താനായിരിക്കുന്ന തൻ്റെ സമൂഹത്തിൻ്റെ ബലഹീനതയെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം, ഏറ്റവും ദൈവത്തെ ആഴമായി മനസ്സിലാക്കുന്ന ഒരുവനുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം കുറേയും കൂടെ വിനയത്തിൻ്റെ വഴിയിലേക്ക്, തൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുന്നതിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു വ്യക്തി തൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തന്നെ താഴ്ത്തുന്ന വിനയത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. ഏതൊരു വ്യക്തി തിരഞ്ഞെടുക്കുന്നോ അത് എന്താണ്? ഉയർച്ചയാണ്. മനുഷ്യനെ മാന്യതനാക്കുന്നു. നിഗള എന്ത് ചെയ്യുന്നു? അവൻ്റെ താഴ്ചയ്ക്ക് കാരണമാക്കുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉയർച്ചയുടെ പ്രകാശത്തിൻ്റെ പ്രകാശപൂർണമായ വഴി എന്ന് പറയുന്നത് വിനയമാണ്. വിനയത്തിൻ്റെ വഴി എന്താണ്?
നാം യോഹന്നാൻ മാംദോനയിൽ നമ്മൾ കാണുകയാണ്. തന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് മറ്റൊരു കർത്താവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് പറയുന്നു. കർത്താവ് അവനെ നോക്കിയിട്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനായ ഒരുവനില്ല എന്ന് പറയുമ്പോൾ യോഹന്നാൻ തന്നെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈ വിനയമാണ് യോഹന്നാനെ വെളിച്ചമാക്കി മാറ്റുന്നത്. വിനയം മനുഷ്യനെ പ്രകാശിതനാക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് യോഹന്നാൻ മാംദോനായെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിനയത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ളതാണ്. നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിനയത്തിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കണമെന്നുള്ളതാണ്. യോഹന്നാനിൽ നമ്മൾ കാണുന്ന അടുത്ത ഒരു പ്രത്യേകതയെപ്പറ്റി മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം: യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാസ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു എന്ന് പറയുകയാണ്. ഹെരോദാസ് ജീവിതത്തിൽ വളരെ തിന്മകൾ ചെയ്ത വ്യക്തിയാണ്. എങ്കിലും യോഹന്നാൻ അവനെപ്പറ്റി പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തെറ്റുകളെ പറ്റിയുള്ള പ്രഘോഷണമാണ് യോഹന്നാൻ വിളിച്ച് പറയുന്നത്. എങ്കിലും യോഹന്നാൻ അവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഹെരോദാസിന് യോഹന്നാനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നറിയാമോ? യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാസ് അറിഞ്ഞു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സവിശേഷത ഇതാണ്. അവന് നീതിയും വിശുദ്ധിയും ഉണ്ടായിരുന്നു. നീതിയും വിശുദ്ധിയുമുള്ള ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് യോഹന്നാൻ എതിർത്ത ഹെരോദാസ് തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളെ മാനിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ മഹത്വങ്ങളെ കണ്ടിട്ടാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നീതിയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ ഏതു ശത്രുവും അവനെ മാനിക്കും, അവനെ പേടിക്കും, അവനെപ്പറ്റി കലങ്ങും. ഹെരോദാസ് എന്ന് പറയുന്ന അവിടുത്തെ രാജാവാണ്. യോഹന്നാൻ സ്നാപകനോ അവൻ മരുഭൂമിയിലൂടെ വെറുതെ വിളിച്ചു പറയുന്ന ഒരു പ്രഘോഷകൻ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നീതിയും വിശുദ്ധിയും ഉള്ളത് കൊണ്ട് ഹെരോദാസിനെ യോഹന്നാൻ പേടിച്ചു എന്നല്ല, യോഹന്നാൻ്റെ വചനത്തെ ഹെരോദാസ് പേടിച്ചു എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുത്തത്തക്ക വിധത്തിലുള്ള വലിയ വെളിച്ചമായി യോഹന്നാൻ മാറി. എന്താണ്? അവൻ്റെ വചനങ്ങൾ ഈ ഹെരോദാസിനെ പോലും സന്തോഷിപ്പിച്ചു, അവന് വേദനിപ്പിക്കുന്നുവെങ്കിലും കാരണം അവൻ്റെ വചനങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. കാരണം അവൻ നീതിയും വിശുദ്ധിയുള്ളവനായിരുന്നു. എന്താണ് നീതി? എന്തിനാണ് വിശുദ്ധി എന്ന് പറയുക? നീതിയും വിശുദ്ധിയും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. നീതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു ശരിയായ റിലേഷൻഷിപ്പാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കൃത്യത പാലിക്കുന്ന വ്യക്തിക്കെയാണ് നീതിമാൻ. മറ്റുള്ളവർക്ക് കിട്ടേണ്ട നീതി, മറ്റുള്ളവർക്ക് ഉള്ള അവകാശങ്ങളെ കൃത്യമായി പാലിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് നീതിമാൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ എല്ലാവരുമായി മറ്റൊരുവൻ്റെ യാതൊന്നും ആഗ്രഹിക്കാതെ, മറ്റൊരുവൻ്റെ ഒന്നും മോഹിക്കാതെ ആ വഴി കാത്തു സൂക്ഷിക്കുന്ന ഒരുവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഹോളിനെസ് എന്ന് പറയുന്നതോ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ അവനോട് തന്നെ കാണിക്കുന്ന നീതിയാണ്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വ്യക്തി എന്താണ്? വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഒരുവന് തൻ്റെ സ്വന്തം ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് അവൻ ദൈവം മുമ്പാകെ ദൈവത്തോടുള്ള ശരിയായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമാണ്. ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ്റെ വ്യക്തി ജീവിതം വിശുദ്ധിയുള്ളതായി മാറത്തുള്ളൂ. അങ്ങനെ തന്നോട് തന്നെ വിശുദ്ധിയുള്ള ഒരു ജീവിതം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആര്? യോഹന്നാൻ മാംദോന. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ
നാം വിശുദ്ധിയുള്ള വഴിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ, ദൈവവചനാനുസൃതമാണ് നമ്മുടെ വ്യക്തി ജീവിതം പിന്തുടരുന്നതെങ്കിൽ, നാം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം നീതിയുടെ മാർഗമാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നാം മറ്റുള്ളവർക്ക് പ്രകാശമായിരിക്കും. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അവരായിരിക്കുന്ന കുടുംബങ്ങളിൽ, അവനായിരിക്കുന്ന സമൂഹങ്ങളിൽ, അവിടെ ചെല്ലുന്ന ഇടങ്ങളിൽ അവർ പ്രകാശമാണ്. ഒത്തിരിയേറെ വിശുദ്ധരായ ആളുകളെ പറ്റി നമ്മൾ കാണുന്നു, അവർ പ്രകാശമായി മാറിയിരിക്കുന്നു. എൽദോമർ ബെസേലിയസ് ബാവയെ നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹം വന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം മലങ്കരയിൽ ജീവിച്ച് കടന്നുപോയത് വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്താണ് ജനങ്ങളിലേക്ക് പരന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു വലിയ പ്രകാശമായി അനേകർ വിശുദ്ധിയിലേക്ക് മാടി വിളയ്ക്കുന്ന വിളക്കായി അദ്ദേഹം മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ, അതിൽ നമ്മിൽ മാത്രം നിറഞ്ഞു നിൽക്കുകയില്ല, മറ്റുള്ളവരെ കൂടെ ആ വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് മാടി വിളിക്കും. യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അവൻ അനേകരെ മാടി വിളിക്കുന്നത് നമുക്ക് കാണാം. അവൻ തൻ്റെ ജീവിതത്തിൽ ഈ അനേകരെ, ആ ദേശത്തെ മുഴുവനും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവിധം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അടുത്ത വലിയൊരു ഗുണത്തെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? യോഹന്നാൻ്റെ വലിയൊരു അനുസരണശീലം. ദൈവവചനത്തോട് പൂർണ്ണമായി അനുസരണം, വിധേയത്വം പ്രഖ്യാപിക്കുന്ന യോഹന്നാനെ നമുക്ക് കാണാം. കർത്താവിൻ്റെ വാക്കെന്തോ അതേപടി പൂർണ്ണമായി അനുസരിക്കുന്ന യോഹന്നാനെ നമുക്ക് കാണാം. യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകപ്പെട്ടത് നീ മരുഭൂമിയിൽ പോയി പ്രഘോഷിക്കുക, ദൈവവചനം പ്രഘോഷിക്കുക എന്നാണ് യോഹന്നാനുണ്ടായ വിളി. ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി അവൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ സക്കറിയ പുരോഹിതൻ്റെ മകനാണ്. യെരൂശലേമിൻ്റെ പുരോഹിതനായിരുന്ന സക്കറിയ പുരോഹിതൻ്റെ മകൻ എന്ന് വെച്ചാൽ അന്നത്തെ പൗരോഹിത്യം നമുക്കറിയാം, പിതാവിൽ നിന്ന് മകനിലേക്ക് വരുന്ന പൗരോഹിത്യ ക്രമമാണ്. സക്രിയായുടെയും എലിശബയുടെയും മകനാണ്. സക്രിയ പുരോഹിതന് ശേഷം യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രധാനാചാര്യനാകേണ്ട യോഹന്നാനെ ദൈവം അയച്ചത്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വിളി അവനുണ്ടായത് യെരൂശലേം ദേവാലയത്തിലല്ല. യെരൂശലേം ദേവാലയത്തിൽ ജനങ്ങൾ അനേകായിരങ്ങൾ വർഷത്തിൽ 3 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് പെരുന്നാളിന് കൂടി വരുന്ന വലിയ ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന വലിയ ശുശ്രൂഷയുടെ ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയല്ല യോഹന്നാന് ദൈവം വിളി കൊടുത്തത്. ദൈവത്തിൻ്റെ വിളി അവന് കിട്ടിയത് എങ്ങോട്ടാണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാകാനാണ്. അവൻ ആ വിളി കേട്ട് മരുഭൂമിയിലേക്ക്, മരുഭൂമി എന്ന് പറയുന്ന ആരും ഇല്ലാത്ത ഇടയാണ്, ഒരു മനുഷ്യനില്ലാത്ത ഇടത്തും ദൈവത്തിൻ്റെ വചനമാകുവാൻ പൂർണ്ണാനുസരണത്തോടെ ദൈവവചന പ്രഘോഷനാകാൻ അവൻ കടന്നു ചെന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. എന്താണ്? അനേകർ നഗരങ്ങളും ഗ്രാമങ്ങളും വിട്ട് മരുഭൂമിയിലേക്ക് അവൻ്റെ വചനം കേൾക്കാൻ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയാണോ? അല്ലാതെ മരുഭൂമിയിൽ എന്താ കാണാനിരിക്കുന്നേ? മരുഭൂമിയിൽ ഈ ലോകത്തിലുള്ളവരെല്ലാം കാഴ്ച കാണാൻ വേണ്ടി പോകുന്ന നഗരത്തിലേക്കല്ലേ? മനോഹരമായ വസ്ത്രം ധരിച്ചവരെ കാണാൻ, രാജാക്കന്മാരെ കാണാൻ, ആഘോഷങ്ങൾ കാണാൻ പോകുന്നത് നഗരത്തിലേക്കല്ലേ? നിങ്ങൾ എന്തിനും മരുഭൂമിയിൽ പോയി എന്ന് യേശു ചോദിക്കുകയാണ്. യോഹന്നാൻ മാംദോനയെ കാണാൻ, യോഹന്നാൻ മാംദോനയുടെ ശബ്ദം കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാൻ നഗരവും ഗ്രാമങ്ങളും മരുഭൂമിയിലേക്ക് പോവുകയാണ്. യോഹന്നാൻ നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് വന്നിട്ടില്ല. അവൻ മരുഭൂമിയിൽ ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിച്ചവനായിരുന്നു. ഈ അനുസരണശീലമാണ് യോഹന്നാനെ മഹാനാക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ കർത്താവ്
കർത്താവ് യോഹന്നാൻ്റെ അടുക്കൽ കടന്നു വന്ന് മാമോദിസ ഏൽക്കുവാനായിട്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ നിന്നിൽ നിന്ന് മാമോദിസ ഏൽക്കേണ്ടത് എനിക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ അവനോട് പറയുന്നു, ഇപ്പോൾ സംഭവിക്കുക, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞു. എന്നാറേ അവൻ സമ്മതിച്ചു എന്ന് പറയാണ്. കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ എന്തോ അതേപടി അവൻ്റെ അഭിപ്രായം അതായിരുന്നില്ല, പക്ഷെ കർത്താവിൻ്റെ നിർദ്ദേശം എന്തോ അതേപടി അനുസരിക്കുക, ദൈവവചനം എന്തോ അതേപടി പാലിക്കുക. ഇതാണ് ഒരുവനെ വിളക്കാക്കി മാറ്റുന്ന സംഗതി. ഒരു വ്യക്തി ദൈവവചനത്തെ, കർത്തൃഹിതത്തെ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറായാൽ എനിക്കും നിനക്കും എന്തായി മാറാൻ പറ്റും? ഒരു വെളിച്ചമായി മാറാൻ പറ്റും. ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുക, ദൈവവചനത്തിന് പൂർണ്ണമായി തന്നെ വിട്ടുകൊടുക്കുക. അത് നിന്നെ വെളിച്ചമാക്കി രൂപാന്തരപ്പെടുത്തും. യോഹന്നാനെ ഈ അനുസരണശീലം അവനെ വെളിച്ചമാക്കി രൂപാന്തരപ്പെടുത്തി എന്ന് നമ്മൾ കാണുകയാണ്. ദൈവവചനത്തിന് തന്നെ വിട്ടുകൊടുത്ത യോഹന്നാന്, ദൈവത്തിൻ്റെ വഴിയിൽ ഈ വിധത്തിൽ ജീവിച്ച യോഹന്നാനെ വെളിച്ചമാക്കി മാറ്റിയ യോഹന്നാൻ്റെ മഹത്തായ ദർശനമാണ്. മഹത്തായ ദർശനം ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4, 5, 6 തിരുവചനങ്ങളിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, കർത്താവിൻ്റെ പാത നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നു വരണം, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചുവായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ്റെ ദർശനം എന്താണെന്ന് പറയുകയാണ്. കർത്താവിന് വഴിയൊരുക്കുവീൻ, കർത്താവിൻ്റെ വഴി ഒരുക്കണം. ഇതാണ് അവൻ്റെ ദർശനം. അവൻ്റെ പാത നിരപ്പുള്ളതായിരിക്കണം, എല്ലാ മലയും കുന്നും താണു വരേണം. അഹങ്കാരത്തിൻ്റെ കുന്നുകളെ, തനിക്ക് താൻ എന്തൊക്കെയാണ്, എനിക്ക് മറ്റൊരുത്തിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ലെന്ന് സ്വയം സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ കുന്നുകളെ, പാപത്തിൻ്റെ വഴികളെ എല്ലാം ഇടിച്ചു താഴ്ത്തുന്ന ശക്തിയേറിയ വചനത്തിൻ്റെ പ്രവാഹകനായും യോഹന്നാൻ തിരിയാണ്. എല്ലാവരെയും താഴ്ത്തുന്ന, മലകളെ താഴ്ത്തുന്നവനായി യോഹന്നാൻ മാറി. ദൈവത്തിൻ്റെ വഴി നിരപ്പാർന്ന ഒരു വഴിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പറയുകയാണ്, എന്താണ്? വളഞ്ഞതൊക്കെയും നിവർന്നു വരണം, എല്ലാ വളവുകളും നിവർത്തുക, പാതകളെ നേരെയാക്കുക, താഴ്വരകളൊക്കെയും നികന്നു വരണം. താഴ്വരകൾ പലരുടെയും ജീവിതത്തിൽ നിരാശയുടെ താഴ്വരയിലാണ്. ഇനി ഞങ്ങൾക്കൊരു രക്ഷയില്ല എന്നുള്ള ചിന്തയിൽ കടന്നു പോയിരിക്കുന്ന നിരാശയുടെ താഴ്വരയിലായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ നിരാശയുടെ താഴ്വരയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന വചനമായി യോഹന്നാൻ മാറി. ഈ മഹത്തായ ദർശനം, ഈ കർത്താവിൽ ഇതെല്ലാം സാധ്യമാണ്. കർത്താവിൻ്റെ വചനത്തിൽ കുന്നിനെ താഴ്ത്താനും താഴ്വരയെ ഉയർത്താനും വളഞ്ഞതിനെ നിവർത്തുവാനും കഴിയുമെന്നുള്ള അവൻ്റെ മഹത്തായ ബോധ്യം അവനെ എന്താക്കി മാറ്റി? അവനെ ഒരു പ്രകാശമാക്കി മാറ്റി. നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ദിവ്യമായ മഹത്തായ ദർശനങ്ങളുണ്ടെങ്കിൽ, യോഹന്നാനെ പോലെ ദൈവത്തിൽ നിന്ന് ആർജിച്ച മഹത്തായ ദർശനങ്ങളുണ്ടെങ്കിൽ, നീ ഒരു വെളിച്ചമായി മാറും, നീ ഒരു പ്രകാശമായി മാറും. നിന്നെ പ്രകാശിപ്പിക്കുന്നത് നിൻ്റെ ദർശനങ്ങളാണ്. നിൻ്റെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നിന്നിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സഹോദര. അതുകൊണ്ട് യോഹന്നാനെ പോലെ ആഴമേറിയ ദർശനം നാം പ്രാപിക്കണം. യോഹന്നാൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അടുത്ത മഹത്തായ കാര്യം എന്താണെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ സത്യമെന്ന് ബോധ്യമുള്ള കാര്യം പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ. തന്നെയോ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, തൻ്റെ സ്നാനത്തിനായി പരീശന്മാരിലും സാധുക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ എന്ന്
അവൻ ഉപദേശിക്കുകയാണ് ആരോട്? തൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് കടന്നു വന്ന ജനത്തോട്. എന്താ? സാധുക്യരോടും പരീശന്മാരോടും അവൻ പറയുക, അവൻ സർപ്പസന്തതികളെ എന്ന് അവരെ വിളിക്കുവാൻ അവൻ ഒരു മടിയും കാണിക്കുന്നില്ല. കാരണം എന്താണ്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ സന്ദേശം അവർ പകരുകയാണ്. കാരണം ഭയമില്ലാതെ, ഭയം എന്തെന്നറിയാത്ത മഹത്തായ സുവിശേഷ പ്രഘോഷണമായിരുന്നു യോഹന്നാൻ്റേത്. ഹെരോദ രാജാവിനോട് ഇത് തന്നെ പറയുന്നത് നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 14:3-4. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടങ്കലിലാക്കിയിരിക്കുന്നു. തന്നെ തടങ്കലിലാക്കിക്കുന്നു എന്ന് അവന് ബോധ്യമായിട്ടും അവൻ എന്ത് ചെയ്യുന്നു? അവൻ രാജാവിനോടും സാധാരണക്കാരനോടും ഒരുപോലെ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ ധൈര്യമാണ് അവനെ എന്ത് ചെയ്യുന്നത്? അവനെ വെളിച്ചമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. അവൻ്റെ ശിരസ് ഛേദിക്കുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ ഛേദിക്കപ്പെട്ട ആ ശിരസ് പോലും എന്ത് ചെയ്യുന്നു? മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രഘോഷിക്കുന്നു. പ്രിയമുള്ളവർ, ഈ അത്ഭുതകരമായ മാറ്റത്തിന് കാരണം അവൻ ദൈവത്തിൻ്റെ വെളിച്ചമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:4. മരുഭൂമിയിൽ അവൻ സ്നാനം കഴിപ്പിച്ചും പാമോചനത്തിനുള്ളായ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദാദേശം ഒക്കെയും യെരൂശലേമിൽ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ നിന്ന് അവനാൽ സ്നാനം കഴിച്ചു എന്ന് പറയുകയാണ്. എല്ലാ ദേശം മുഴുവനും അവൻ്റെ അടുക്കിലേക്ക് മാനസാന്തര സ്നാനത്തിന് വേണ്ടി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നാം യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ ഒരു ദേശം മുഴുവനെയും മാനസാന്തരപ്പെടുത്തുവാൻ തക്ക വിധം, എല്ലാവരുടെ ഉള്ളിലേക്കും വെളിച്ചം പകർന്നു കൊടുക്കുവാൻ തക്ക വിധം ശക്തമായ ഒരു വെളിച്ചമാകുവാൻ നമുക്കുമാവും എന്ന് പ്രിയമുള്ളവരെ നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5:14, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ യോഹന്നാൻ മാംദോനയെ പോലെ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു വിളിയുണ്ടെന്ന് തിരിച്ചറിയുവാൻ, യോഹന്നാനെ പിന്തുടരുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.